നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും തുടർച്ചയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്ര ദാമോദർദാസ് മോദി. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും സത്യപ്രതിജ്ഞ ചെയ്തു. BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയും മന്ത്രിസഭയിലുണ്ട്. മൂന്നാമതായി അമിത്ഷായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നാലെ നിതിൻ ഗഡ്കരിയും BJP ദേശീയ അധ്യക്ഷൻ നദ്ദയും സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ബോളിവുഡ് സിനിമാ താരങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അനിൽ കപൂർ എന്നിവരും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, മുകേഷ് അംബാനി തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട്. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരാണ് മന്ത്രിസഭയിലെ പ്രമുഖർ. BJPയിൽ നിന്ന് 36 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. HD കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് 12 പേരും TDPക്ക് ക്യാബിനറ്റ് പദവികളും നൽകിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് 7:15 ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അല്പം വൈകിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ക്ഷണിക്കപ്പെട്ട അതിഥികളും NDA നേതാക്കളും രാഷ്ട്രപതി ഭവനിലെത്തി. 50-ലധികം മന്ത്രിമാർ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ഇപ്പോൾ ഘടകകക്ഷികളുടെ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സഹമന്ത്രിമാരായ ആളുകളുടെ സത്യപ്രതിജ്ഞ, അത് BJPയിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നും ഉണ്ടാകും. സത്യപ്രതിജ്ഞ നടക്കും. ഏതാണ്ട് 1-1.5 മണിക്കൂർ ഈ ചടങ്ങ് ഇനിയും നീണ്ടു നിൽക്കും എന്നുള്ളതാണ് സൂചനകൾ. വർണ്ണാഭമായ ചടങ്ങാണ് നടക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ. മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റിരിക്കുന്നു. നെഹ്റുവിന് ഒപ്പമെത്തിയിരിക്കുന്നു, ജവഹർലാൽ നെഹ്റുവിന് ഒപ്പമെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ വസ്തുത. 3 തവണ അടുപ്പിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല. മൂന്നാം തവണയും മോദി ക്യാബിനറ്റ് രൂപീകരിച്ചിരിക്കുന്നു. ഇത്തവണ ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടെയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചത്. 240 അംഗങ്ങൾ മാത്രമേ BJPക്കുള്ളൂ. കേവല ഭൂരിപക്ഷത്തിന് ഇനിയും 32 പേർ വേണം. അപ്പോൾ ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി അവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന പേരിൽ തന്നെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുകയാണ്.